നമുക്കുള്ള മിക്ക രോഗങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കാൻ നോക്കുന്ന ബന്ധത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ നീ മതവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നതുകൊണ്ട് നിൻ്റെ ശരീരത്തിൽ പ്രോബ്ലംസ്. അതിൻ്റെ മുമ്പേ നീ വേറെ ചില ആൾക്കാരുമായിട്ടുള്ള ബന്ധം അത് ശരിയായിട്ട് നിനക്ക് അനുഭവിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അടുത്ത പ്രോബ്ലംസ്. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ രോഗങ്ങളും ഉണ്ടാവുന്നത്. മറിച്ച് ഇപ്പോഴും നമ്മുടെ ശരീരത്തിൽ മനോഹരമായിട്ട് നമ്മളെ ഹൃദയം പ്രവർത്തിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലൊരു രോഗം വരുമ്പോൾ നമ്മൾ അതുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്നത്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഈ രോഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനെ നമ്മൾ ചികിത്സിച്ച് പിന്നെയും രോഗങ്ങൾ ഉണ്ടാക്കുക ചെയ്യണത്. എന്നതുപോലെ തന്നെയാണ് ഈ മതവുമായിട്ട് നീ ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം പിന്നെയും രോഗത്തിലേക്കാണ് പോണത്. അപ്പോൾ നീ എന്താണ്, അത് ഇത്രയും കാലമായിട്ട് അങ്ങനെയുള്ളതല്ലേ, നമ്മൾ ജനിച്ചു വളർന്നതല്ലേ എന്നുള്ള ന്യായങ്ങൾ പറയുമ്പം നീ ജനിക്കാൻ കാരണമായ ഒരവസ്ഥ നിന്നിൽ പ്രവർത്തിക്കണില്ലേ. അതുമായിട്ടൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള രോഗത്തിനെ രോഗമായിട്ടും നിനക്ക് നീയായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ പറഞ്ഞ അവസ്ഥയിലിരുന്ന് പ്രവർത്തിക്കുമ്പം നിനക്ക് നീയായിട്ടും രോഗം അവിടെ രോഗമായിട്ടും കാണാൻ പറ്റണം. അപ്പോൾ നീയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നീ കറക്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ രോഗം മാറിപ്പോണല്ല. കാരണം നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ രോഗത്തിന് യാതൊരു ബന്ധവുമില്ലല്ലോ. മറിച്ച് നമ്മളത് മാറ്റാൻ നോക്കണ്ട. നമ്മൾ ഇപ്പം കാലുവേദനയാണെങ്കിലും തലവേദനയാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും നമ്മൾ അതിനെ മാറ്റിയിട്ട് നമ്മളെ അതിൽ നിന്ന് മാറ്റിയെടുത്താൽ മതി. അതായത് വേറിട്ട പ്രസ്ഥാനം എന്ന് പറയുന്നത് പോലെ ഇതിനെ നമ്മൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്, ആ രോഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ രോഗിയാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പുറത്ത് ഞാൻ പറഞ്ഞ ആ എക്സ്പാൻഷൻ കോൺട്രാക്ഷനുമായിട്ട് വർക്ക് ചെയ്ത് ഇരുന്ന് ഇതിന് സമയം കൊടുക്കുമ്പം അല്ലെങ്കിൽ ഇതുമായിട്ട് ചേർന്നിരിക്കുമ്പം മറ്റേത് സിമ്പിളായിട്ട് വിട്ടുപോകും. കാരണം വേണ്ടാത്തതല്ലേ. കാരണം നീ നിലനിൽക്കുന്ന അവസ്ഥ ഇപ്പോഴും ഇവിടെ നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പറയണത് കേൾക്കാനും നിനക്ക് തിരിച്ച് സംസാരിക്കാനും സാധിക്കണത്. അപ്പോൾ ഇതിനെ ഇത്രയും കാലം ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ട്? ഈ പറയുന്ന ആൾക്കാരും മതവും ജാതിയുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. ഇപ്പോഴാണ് ഇങ്ങനൊരു സാധ്യത ഞാൻ പറയണത് അല്ലേ. അപ്പോൾ നീ ഇവിടെ ശ്രദ്ധിക്ക്, കളി മാറണത് കാണാം. കാരണം അതല്ലേ ഏറ്റവും സൂപ്പർ.